പലപ്പോഴും ദമ്പതികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിനിടയിലോ അതിനുശേഷമോ ഉണ്ടാകാവുന്ന വേദനകളും അസ്വസ്ഥതകളും. എന്നാൽ മറ്റു ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടുകാരിൽ നിന്ന് കേട്ടിട്ടുള്ള അറിവുണ്ടാവാം, വീഡിയോകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബുക്കുകളൊക്കെ വായിച്ച് പലതരത്തിലുള്ള പൊസിഷനുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ അങ്ങ് പരീക്ഷിക്കുകയും ചെയ്യും. പക്ഷേ അതിന് ശേഷം ഇവർക്ക് പലർക്കും അവരുദ്ദേശിച്ച സംതൃപ്തിയും കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു സുഖവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിൻ്റെ സമയത്തും അല്ലാതെയൊക്കെ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഗേൾ ഓൺ ദ ടോപ്പ്, അല്ലെങ്കിൽ സ്ത്രീ മുകളിലായിട്ടിരിക്കുന്ന ഒരു പൊസിഷൻ. അതിനെ നമ്മൾ പല പേരുകളിലൊക്കെ വിളിക്കാറുണ്ട്. റൈഡിങ് പൊസിഷൻ, കൗഗേൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അതിന് ഈ ഒരു പേര് വരാനുണ്ടായ ഒരു കാര്യം, സ്ത്രീ പുരുഷൻ്റെ മുകളിലായിരിക്കുകയും ഒരു റൈഡ് നടത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുതിര സവാരി നടത്തുകയും ചെയ്യുന്ന രീതിയിൽ അവർക്ക് ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആസ്വാദ്യകരമായ ഒരു പൊസിഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരൊക്കെ വന്നേക്കുന്നത്. പക്ഷേ ഈ ഒരു പൊസിഷൻ പരീക്ഷിക്കുമ്പോൾ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് എന്ന് മിക്ക ആളുകൾക്കും അറിയില്ല. കേൾക്കുമ്പോൾ ഭയങ്കര സുഖവും രസമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുരുഷനേക്കാൾ ഭാരമുള്ള സ്ത്രീ ഒരിക്കലും പുരുഷൻ്റെ മുകളിലായിട്ട് ഇരുന്നു കൊണ്ടുള്ള ഈ പൊസിഷൻ പരീക്ഷിക്കരുത്. രണ്ടാമത്തെ കാര്യം, പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നീളമുള്ള ലിംഗമുള്ള പുരുഷന്മാരാണ് എന്ന് ചിന്തിക്കുക. അത്തരക്കാർക്ക് പറ്റുന്ന പൊസിഷനുമല്ല ഇത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് എത്രമാത്രം ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ വേഗത, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്ത്രീയാണ്. നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശരീരഭാരം കുറഞ്ഞ സ്ത്രീക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സുഖവും പ്രദാനം ചെയ്യുന്ന ഒരു പൊസിഷനായിട്ടാണ് പണ്ട് കാലം മുതൽ ഇതിനെ കരുതുന്നത്. അതുപോലെ പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, അവരൊരു സുഖമൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുരുഷന്മാർ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാറുണ്ട് എന്ന്. അതായത് പെട്ടെന്ന് അല്ലെങ്കിൽ ശീഘ്രസ്ഖലനമുണ്ടാകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു പൊസിഷനാണ്. ഇതിൻ്റെ മറ്റൊരു മെച്ചം എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതിൽ സാധാരണ ഇതിൽ പുരുഷന്മാർ ചാരി ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, നടുവിന് കീഴിലായിട്ട് അല്ലെങ്കിൽ തലയ്ക്ക് പെടലിക്കൊക്കെ ഇടഭാഗത്തായിട്ട് ഒരു തലേണ അങ്ങ് വെക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യുവാനായിട്ട് പാടുള്ള ഒരു കാര്യമേ അല്ല പില്ലോ വെക്കുവാൻ. പ്രത്യേകിച്ച് നടുഭാഗത്തൊന്നും ഈ പൊസിഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ പില്ലോ വയ്ക്കുവാനായിട്ട് പാടില്ല. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാലും നേരെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക, അടുപ്പിച്ച് വയ്ക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ബാക്ക് പെയിൻ ആയിരിക്കും ഉണ്ടാകാവുന്ന ഒരു സൈഡ് എഫക്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇനി ഇതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ സ്ത്രീയെ രണ്ട് വശത്തായിട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. മുട്ടുകുത്തിയോ അല്ലാതെ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരം ആലിംഗനത്തിന് കൂടുതൽ സമയം കിട്ടും, ചുംബിക്കാനായിട്ട് സമയം കിട്ടും. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ കാണുമ്പോഴുള്ള ഫീൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ഫേസ് ടു ഫേസും ആകാം, അല്ലാതെയും ഇരിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടുകയും ഒപ്പം വേണമെങ്കിൽ നിങ്ങളുടെ ട്രിസരി സ്വയമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനോ ഉത്തേജിപ്പിച്ച് കൊടുക്കാൻ കഴിയും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ പ്രൈവറ്റ് പാർട്ട് അതും ഉത്തേജിപ്പിച്ച് കൊടുക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ പരീക്ഷിക്കുന്ന ആളുകൾ രണ്ട് കൂട്ടരും, അതായത് പുരുഷനും സ്ത്രീയും നിർബന്ധമായിട്ടും ലൂബ്രിക്കൻസ് ഉപയോഗിച്ചിരിക്കണം. നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ച് പല ആളുകളും ഈ ലൂബ്രിക്കൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സാധനമാണ് തുപ്പൽ അല്ലെങ്കിൽ ഉമിനീര്. ഇതൊന്നും അല്ല ഉപയോഗിക്കേണ്ടത്. കാരണം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ
കൃത്യമായിട്ട് നിയന്ത്രണം സ്ത്രീയുടെ കയ്യിലായിരിക്കാം. വേണമെങ്കിൽ പുരുഷന് ആണുങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേഗത കൂട്ടി ചെയ്യുക, ഇല്ലെങ്കിൽ കൃത്യമായ ഒരു പൊസിഷനിലൂടെ അല്ലാതെയൊക്കെ പലപ്പോഴും ആവേശം മൂത്തിട്ട് പലരും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ മതിമറന്നൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പൊസിഷനിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ശരീരഭാഗങ്ങൾ കൊള്ളുകയും പൊട്ടുക, ബ്ലീഡിങ് ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് രണ്ട് കൂട്ടരും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഓവർ സ്പീഡിലേക്ക് ഇല്ലെങ്കിൽ അറിയാമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ രണ്ട് കൂട്ടരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെയുള്ള പങ്കാളികളാണെങ്കിൽ. അതുപോലെ ഈ ഒരു രീതിയുടെ മെച്ചം എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്കൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ നാണക്കേടുള്ള കാര്യമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ലജ്ജ ഉള്ളിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പുറമെ വളരെ ധൈര്യശാലികളൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര നാണക്കേടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നാണക്കേട് മാറുക, വിവിധ തരത്തിലുള്ള സ്ത്രീയുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിലാണല്ലോ ഇതിനൊരു നല്ല ആസ്വാദ്യത ലഭിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷ സുഖമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ലജ്ജ മാറ്റിയെടുക്കുന്നതിന് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിലൂടെ, അത് ഫേസ് ടു ഫേസ് ആയിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഇതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ തലമുറയെ സൃഷ്ടിക്കാൻ മാത്രമായിരുന്നുവെങ്കിൽ പുതിയ പുതിയ പഠനങ്ങളൊക്കെയും വന്നിരിക്കുന്നത് ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഇപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, സൈക്ലിംഗ്, ഇതേ രീതിയിലൊക്കെയുള്ള മനോഹരമായ ഒരു എക്സസൈസാണ്. അപ്പം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട കാര്യം എന്ന് നമ്മൾ പറയുമല്ലേ, മീശയും മിനുക്കാം വയറും നിറയും. അതുപോലെ തന്നെ മനോഹരമായ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്ന ഒന്നൊരു സന്തോഷമുണ്ട്, നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ വൈകാരികമായ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ദാമ്പത്യ ജീവിതം കുടുംബജീവിതം മനോഹരമായിരിക്കും. ഒപ്പം നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കലോറി കത്തിച്ച് കളയുന്നതിന് ഒരു എക്സസൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ റെഗുലറായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ക്യാൻസറിനുള്ള സാധ്യത കുറവുണ്ട്, പുരുഷന്മാർക്ക് പോസ്റ്റ്രേറ്റ് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവുണ്ട്, ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കുറവുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റഡീസാണ്. അപ്പം ഇതിനെ ആ ഒരു തലത്തിൽ കൂടെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നവരൊക്കെ എന്തോ മോശപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു മുൻവിധി ഇപ്പോഴും മലയാളികളുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാലഘട്ടം മാറി ഇതിനെക്കുറിച്ചുള്ള തുറന്ന പറച്ചിലുകളും ചർച്ചകളും വളരെ അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. കാരണം സ്കൂളിലൊക്കെ കുട്ടികൾ ഒരുപാട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവയർനെസ് ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.